നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വിദ്യാർത്ഥികളെ വേട്ടയാടരുത്, ഉറപ്പുകൾ പാലിക്കുന്നില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭം. CJP ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു, വാരിയെല്ലി പൊട്ടി. കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ചു. പിണറായിയും K സുധാകരൻ പോലീസിനെതിരെ. അനിയന്ത്രിത തിരക്ക്. KSRTC പ്രിയദർശിനി ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണു. എത്തനോൾ ചതി വേണ്ട, CJPക്ക് പിന്നാലെ E20 ജനതാ പാർട്ടി. അയോധ്യ രാമക്ഷേത്ര കൊള്ള, പുതിയ SIT രൂപീകരിച്ചു. നിർമ്മിതി ബുദ്ധി അടുത്ത അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന പരാമർശം. TG മോഹൻദാസിനെതിരെ പരാതി നൽകി SFI. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വിദ്യാർത്ഥികളെ വേട്ടയാടരുത്, ഉറപ്പുകൾ പാലിക്കുന്നില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭം. CJP നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച നിരവധി വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് വേട്ടയാടുന്നതിനെ മുന്നറിയിപ്പുമായി CJP. രാജ്യവ്യാപകമായി നടത്തിവന്ന പ്രതിഷേധങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളെയും മറ്റ് പ്രക്ഷോഭകരെയും ലക്ഷ്യമിട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്ന വേളയിലാണ് CJP രംഗത്ത് വന്നത്. സർക്കാർ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുവെന്ന് CJP വക്താവ് സൗരഭ് ദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ അംഗവുമായ കപിൽ സിബലും CJP നേതാക്കൾക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് പോലീസ് വേട്ടയാടലുകൾ കൂടുതലായും നടക്കുന്നത്. ബീഹാറിൽ തേജ് പ്രതാപ് യാദവ് അടക്കമുള്ള നേതാക്കൾ ജയിലിലാണ്. സമരക്കാർക്കെതിരെ ഡൽഹിയിലോ പുറത്തോ കേസെടുക്കില്ല എന്നായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ്. ഈ വാക്കാണ് ലംഘിക്കപ്പെടുന്നത്. FIRകൾ അടിയന്തരമായും പിൻവലിക്കണമെന്നും ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസ വഞ്ചനയാണെന്നും സൗരഭ് ദാസ് പറഞ്ഞു. തടവിലാക്കപ്പെട്ടവരുടെ മോചനവും FIRകൾ പിൻവലിക്കലും അടിയന്തരമായി നടന്നില്ലെങ്കിൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട നടപടികളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്നും CJP മുന്നറിയിപ്പ് നൽകി. JP നഡ്ഡയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ എത്രയും വേഗം പാലിക്കണമെന്നും CJP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു, വാരിയെല്ല് പൊട്ടി. കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ച യുവാവ് മരിച്ചു. പിണറായിയും K സുധാകരനും പോലീസിനെതിരെ. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ച യുവാവ് മരിച്ചു. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ കുണ്ടറ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. പോലീസ് സിയാദിനെ മർദ്ദിച്ചതായും വാരിയെല്ലിനെ സാരമായ ക്ഷതം സംഭവിച്ചതായും കുടുംബം ആരോപിക്കുന്നു. 13കാരനായ സഹോദരനെ കാണാനില്ലെന്ന സഹോദരിയുടെ പരാതിയിലാണ് അയൽവാസിയായ സിയാദിനെ കസ്റ്റഡിയിൽ എടുത്തത്. ജൂൺ 16 രാത്രിയാണ് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് കുടുംബം ആരോപിച്ചു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി പെരുമ്പുഴ എന്ന സ്ഥലത്ത് ജീപ്പ് നിർത്തി കുട്ടി എവിടെയെന്ന് ചോദിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. കുണ്ടറ സ്റ്റേഷനിലെ SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് ആരോപണം. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് സിയാദിനെ മഞ്ഞപ്പിത്ത ബാധയുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. സിയാദിനെ വിട്ടുകിട്ടാൻ ഭാര്യയും മകളും ജൂൺ 17 പുലർച്ചെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നിരുന്നു. അവശനായ നിലയിലാണ് സിയാദിനെ മടക്കി അയച്ചതെന്നും പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പോലീസിൻ്റെ ക്രൂര മർദ്ദനമാണ് സിയാദിൻ്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. സിയാദിൻ്റെ വാരിയെല്ല് പൊട്ടിയതായി ഡോക്ടർ അറിയിച്ചുവെന്ന് ഭാര്യ പരാതിയിൽ പറയുന്നു. ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങിയിരുന്നുവെന്ന് സിയാദിൻ്റെ ഭാര്യ വ്യക്തമാക്കിയിരുന്നു. അയൽവാസിയായ 13കാരനെ കാണാനിരുന്ന പരാതിയിലാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കർശന നടപടികളിലൂടെ എത്രയും പെട്ടെന്ന് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കുണ്ടറയിലെ യുവാവിൻ്റെ മരണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനാണെന്ന് കോൺഗ്രസ് MP K സുധാകരൻ. പോലീസിനെ നിയന്ത്രിക്കണമെന്നും കസ്റ്റഡി മരണമാണെങ്കിൽ ഉത്തരവാദിത്തം പോലീസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മരിച്ചയാളുടെ കുടുംബത്തിൻ്റെ ആരോപണം സർക്കാർ പരിശോധിക്കണം. കൃത്യമായി പഠിച്ചതിന് ശേഷം പോലീസിനെതിരെ നടപടി എടുക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു.
അനിയന്ത്രിത തിരക്ക്. KSRTC പ്രിയദർശിനി ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണു. KSRTC പ്രിയദർശിനി ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. നാദാപുരം TM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ വൈകിയാണ് ബസ്സിൽ നിന്നും തെറിച്ചു വീണത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. വൻ തിരക്കാണ് ബസ്സിൽ അനുഭവപ്പെട്ടത്. യാത്രക്കാർ സ്റ്റെപ്പിൽ നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. ഇതുമൂലം ഓട്ടോമാറ്റിക് ഡോർ കൃത്യമായി അടയ്ക്കാനും സാധിച്ചില്ല. ഇതോടെ ഓടുന്നതിനിടെ ഡോർ തുറന്ന് വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വിലങ്ങാട് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന പ്രിയദർശിനി ബസ്സിൽ മണിയൂർ താഴെ സ്റ്റോപ്പിൽ നിന്നാണ് വൈഗ കയറിയത്. കക്കട്ട് മണിയൂർ താഴെ സ്വദേശിനിയാണ് വൈഗ. APJ അബ്ദുൽ കലാമിനെ അനുസ്മരിച്ചു. APJ അബ്ദുൽ കലാമിൻ്റെ ചരമദിനത്തിൽ APJ അനുസ്മരിച്ചു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി PK ബൈജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗം E രഞ്ജിത്ത് അധ്യക്ഷനായി. C വിജന, സജിത്ത് കോട്ടയിൽ എന്നിവർ സംസാരിച്ചു. ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ APUയുടെ ജീവിതം ഡോക്യുമെൻ്ററി പ്രദർശനം സംഘടിപ്പിച്ചു. 2015 ജൂലൈ 27 ആണ് 84 വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് കുഴഞ്ഞു വീഴുകയായിരുന്നു. 2002-2007 കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. എത്തനോൾ ചതി വേണ്ട. CJPക്ക് പിന്നാലെ E20 ജനതാ പാർട്ടി യുവജന പ്രക്ഷോഭം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ചതിന് പിന്നാലെ പെട്രോളിൽ എത്തനോൾ കലർത്തി സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രോഷം പുകയുന്നു. എത്തനോൾ പ്രശ്നത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ CJP മാതൃകയിൽ E20 ജനതാ പാർട്ടി എന്ന പുതിയ കൂട്ടായ്മ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി. ഇൻസ്റ്റഗ്രാം, X ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പേജുകൾക്ക് ഓരോ മണിക്കൂറിലും ജനപിന്തുണ ഏറുകയാണ്. സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന എത്തനോൾ കലർന്ന പെട്രോളിന് പകരം 100% പെട്രോൾ ഉപയോഗിക്കാൻ പൗരർക്ക് അവസരമേകുക എന്നതാണ് E20 ജനതാ പാർട്ടിയുടെ പ്രധാന ആവശ്യം. ഇന്ധന ഉപഭോക്താക്കൾക്ക് ഏത് ഇന്ധനമാണ് ഉപയോഗിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കണം. അവർ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ഗുണദോഷങ്ങൾ മുൻകൂട്ടി അറിയണം. സബ്സിഡികളോ സൗജന്യ ഇന്ധനമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. എത്തനോൾ കലർത്തിയ പെട്രോൾ ഉൽപാദനവും വിതരണവും തടയണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല. ഇത് ഇന്ധനം പ്രയോഗിക്കണമെന്ന അവകാശം തരണം. E20 ജനതാ പാർട്ടി സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പറയുന്നു. മെയ് 16 അഭിജിത്ത് ദീപക് Xൽ നടത്തിയ പോസ്റ്റിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൂടിയാൽ എങ്ങനെയിരിക്കുമെന്ന ചോദ്യമാണ് CJPക്ക് തുടക്കം കുറിച്ചത്. ഡൽഹി ടാക്സി ആൻഡ് ടൂറിസം ട്രാൻസ്പോർട്ടേഴ്സും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ആഗസ്റ്റ് 4 എത്തനോൾ വിഷയത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അയോധ്യ രാമക്ഷേത്ര കൊള്ള പുതിയ SIT രൂപീകരിച്ചു. അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കാൻ പുതിയ പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. സാധാരണ ജീവനക്കാരെ ബലിയാടുകളാക്കി വൻപൻ സ്രാവുകളെ രക്ഷിക്കാൻ SIT ശ്രമിച്ചെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് നടപടി. നേരത്തെ അയോധ്യ കാണിക്കക്കൊള്ള CBIയെ ഏൽപ്പിക്കണമെന്ന ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നിലവിലെ SITയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. വലിയ സാമ്പത്തിക തിരിമറി നടത്തിയതിനാൽ മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതാണ് ഉചിതമെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനു പിന്നാലെയാണ് SIT പുനഃസംഘടിപ്പിച്ചത്. IGS കിരൺ നേതൃത്വം നൽകുന്ന പുതിയ സമിതിയിൽ DIGയും SPയും അംഗങ്ങളാകും. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന സമിതിയെ ചുമതല ഏൽപ്പിക്കാനും ജൂലൈ 27 റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. വിശ്വകർമ്മജരുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി ഉയർത്തണം. വിശ്വകർമ്മ വെൽഫെയർ ഫോറം വിശ്വകർമ്മജർക്കു നൽകി വരുന്ന സംവരണ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി ഉയർത്തണമെന്ന് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുഭവനിൽ നടന്ന സമ്മേളനം ആർട്ടിസ്റ്റ് ശശികല ഉദ്ഘാടനം ചെയ്തു. രാജീവ് മാലക്കര അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ, PK പ്രസന്നകുമാർ, K സുജാത, പ്രകാശൻ, പുരുഷോത്തമൻ, VV പ്രശാന്തൻ, KP എന്നിവർ സംസാരിച്ചു. DJ ഒളിവിലും സ്വാഗതവും ദീപ ഷാജി നന്ദിയും പറഞ്ഞു. വനിതാ സംഗമം. കേരള പ്രവാസി സംഘം 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ അഴീക്കോട് സ്മാരക മന്ദിരത്തിലെ AKG ഹാളിൽ KSRTC സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം സംസ്ഥാന കുടുംബവേദി കൺവീനർ EK സീമ അധ്യക്ഷയായി. പ്രവാസി സംഘം സംസ്ഥാന കുടുംബവേദി ജോയിന്റ് കൺവീനർ നന്ദിനി മോഹനൻ
സ്ത്രീ പ്രവാസത്തിന്റെ കാണാപ്പുറങ്ങൾ വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. എ രഞ്ജിനി, കെ പ്രീത, ഡോക്ടർ ദീപ, വിവേക് എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 7, 8, 9 തീയതികളിൽ മലപ്പുറം തിരൂരിലാണ് സമ്മേളനം. KCB അനുമോദന സദസ്സും ബ്യൂട്ടീഷ്യൻ ക്ലാസും. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മട്ടന്നൂരിൽ SSLC+2 അനുമോദന സദസ്സും ബ്യൂട്ടീഷ്യൻ ക്ലാസും സംഘടിപ്പിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. വത്സൻ കൂത്തുപറമ്പ് അധ്യക്ഷയായി. CIT ജില്ലാ വൈസ് പ്രസിഡന്റ് K ജയരാജൻ, CIT ജില്ലാ വൈസ് പ്രസിഡന്റ് NB ചന്ദ്രബാബു, ഏരിയ സെക്രട്ടറി K കുഞ്ഞിക്കണ്ണൻ, KCBU സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് വടുമനാട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ബോബി കണ്ണൂർ, സജിമോൻ, ജില്ലാ സെക്രട്ടറി AK കമറുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C ബാബു, പ്രഭാകരൻ കൂത്തുപറമ്പ് എന്നിവർ സംസാരിച്ചു. ജാഫർ മാണിക്കോത്ത് സ്വാഗതവും ദിവ്യ ബിജു നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന് ബ്യൂട്ടി ട്രെയിനർ അഞ്ജു ജോഷി നേതൃത്വം നൽകി. പുഴാതി സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്ഥലപരിമിതി നേരിടുന്ന പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഭൂമി കണ്ടെത്തി വാങ്ങി തന്നാൽ കെട്ടിടം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കിഫ്ബിയിൽ 1.5 കോടി രൂപ ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകളുടെ അധികാരം കിട്ടിയ ശേഷം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല മാറ്റമുണ്ടായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള എല്ലാ ആധുനിക കാര്യങ്ങളും സർക്കാർ സ്കൂളുകളിൽ ഒരുക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ലാത്ത പോരായ്മ ഗൗരവമുള്ളതാണെന്നും അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. +2 SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് മന്ത്രി ഉപഹാര വിതരണം ചെയ്തു. പരിപാടിയിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ P ഇന്ദിര, ഡെപ്യൂട്ടി മേയർ KP താഹിർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സോന ജയറാം, VK മുഹമ്മദ് അലി, വാർഡ് കൗൺസിലർമാരായ K ശ്രീജ, സുബൈർ കിച്ചിരി, K ഉഷകുമാരി, CK ഷബീർ, DD ഷൈനി, DDO ദീപ V, സ്കൂൾ പ്രിൻസിപ്പൽ T തസ്നീം, പ്രധാന അധ്യാപിക PP റിമ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KR ജ്യോതിഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങത്തൂർ NAM HSS പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. പെരിങ്ങത്തൂർ NM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30ാം വാർഷികവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം യാത്രയയപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. സൈദലവി KK മുഹമ്മദ് അനുസ്മരണ ഭാഷണം നടത്തി. കുറുവാട് മമ്മു, ഹാജി NA അബൂക്കർ എന്നിവർ ഉപഹാരം കൈമാറി. പ്രധാന അധ്യാപകൻ VK അബ്ദുൽ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ, പ്രിൻസിപ്പൽ M അബ്ദുൽ റഹ്മീദ്, PTA പ്രസിഡന്റ് NP മുനീർ, നിസാർ, N പത്മനാഭൻ, A സുലൈമാൻ, മുഹമ്മദ് അലി വിളക്കൂട്ടൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിജയോത്സവം KP മമ്മു ഉദ്ഘാടനം ചെയ്തു. N അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ലിതേഷ് കോളിയാട്, MP ജിതേഷ്, KK റസീന, അബ്ദുൽ കരീം, PP ബഷീർ, റഫീഖ് കാരക്കണ്ടി, K രാജേഷ്, P നജ്മ, ഫിറോസ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനം പാറക്കൽ അബ്ദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷക സ്റ്റൈപ്പൻഡ് 10,000 രൂപയായി വർദ്ധിപ്പിക്കണം. അഭിഭാഷക സ്റ്റൈപ്പൻഡ് 10,000 രൂപയായി വർദ്ധിപ്പിക്കുകയും അഭിഭാഷക സംരക്ഷണ നിയമം പാസ്സാക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് BP ശശീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ ചമ്പോളൻ സ്വാഗതം പറഞ്ഞു. N സുരേഷ് ബാബു അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി MC മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ ചമ്പോളൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. BP ശശീന്ദ്രൻ, T സരള, MK വേണുഗോപാൽ, TV അജയകുമാർ, K വിശ്വൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK നാസർ, വൈസ് പ്രസിഡന്റ് K വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം P ശശി, പ്രീതി പറമ്പത്ത്, MC രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 6 ബാർ അസോസിയേഷനുകളിൽ നിന്നായി മാഹിയിൽ നിന്നുമായി 250 പ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് VP ശശീന്ദ്രൻ പതാകയുയർത്തി. K ധനഞ്ജയൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം 41 ജില്ലാ കമ്മിറ്റിയും 30 സംസ്ഥാന സമ്മേളന പ്രതികളെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികൾ K വിശ്വൻ,
പ്രസിഡന്റ് MK വേണുഗോപാൽ, GV ഗോപാലകൃഷ്ണൻ, VP തങ്കച്ചൻ വൈസ് പ്രസിഡന്റ്, TV അജയകുമാർ സെക്രട്ടറി, N സുരേഷ് ബാബു, ജഗത Y പത്മജ പത്മനാഭൻ ജോയിന്റ് സെക്രട്ടറി, T സരള ട്രഷറർ. നിർമ്മിത ബുദ്ധി അടുത്ത അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും വിജയോത്സവവും വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചും സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംവാദത്തിൽ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായാണ് നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പുതിയ ബ്ലോക്ക് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ഭാവി തലമുറയ്ക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പ്രചോദനമാകും. കടവത്തൂർ PKMൽ നിന്ന് ഹൈസ്കൂൾ +2 പഠനം പൂർത്തിയാക്കി നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 5ാം സ്ഥാനം നേടിയ നിത ഫാത്തിമ TK പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. SSLC +2 VHSC പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം മന്ത്രി വിതരണം ചെയ്തു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ മികവ് പുലർത്തിയ 45 വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയ കാവൽ സ്കോളർഷിപ്പ് മാനേജർ PPA സലാം വിതരണം ചെയ്തു. തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മുല്ലശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുനീറ സുഹൈർ, ഗ്രാമപഞ്ചായത്ത് അംഗം VK ആരിഫ, പ്രിൻസിപ്പൽ VK സുജൻ, VHSC പ്രിൻസിപ്പൽ സുഭാഷ് ചന്ദ്രബോസ്, പ്രധാന അധ്യാപകൻ റമീസ് പാറാൻ, PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത്, കാട്ടൂർ മുഹമ്മദ്, KP സാജു, PK മുകുന്ദൻ, PP ദാസൻ, CKB തിലകൻ, സ്റ്റാഫ് സെക്രട്ടറി P സാഹ് എന്നിവർ സംസാരിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് ജില്ലാ കൺവെൻഷൻ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് P ഹരീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി VV ബാലകൃഷ്ണൻ, PP രാജേഷ്, MK സുജിത്ത്, M വിനോദ് കുമാർ, CK പ്രശീലകുമാരി, VK രേഷ്മ, KK സഞ്ജന എന്നിവർ സംസാരിച്ചു.